5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ സാധാരണ ഈ മുൻഷി ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ചിരപരിചിതമാണ്. പക്ഷെ ഒരു സോപാനം ശ്രീകുമാറുണ്ട്, അതിനു മുമ്പ് ഒരു സോപാന ശ്രീകുമാറുണ്ട്. 50 വർഷത്തെ ജീവിത തപസ്സുണ്ട്. പറയുമ്പോൾ എളുപ്പമാണ്, ജീവിതവും കലയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് എളുപ്പമാണ് പറയാൻ. പക്ഷെ 15 വർഷക്കാലം എല്ലാ ദിവസവും തുടർച്ചയായി 6000 ദിവസം 3:30 മണി മുതൽ 5 മണി വരെ, അല്ലെ 5:30 മണി വരെ തിരുവനന്തപുരം ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ ഉണ്ടാവുക. ബന്ധുമിത്രാദികളുടെ ഉൾപ്പെടെ കല്യാണമായാലും മരണമായാലും ടൂറായാലും എന്തായാലും 6000 ദിവസം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ഉണ്ടാവുക എന്ന് പറയുന്നതിൻ്റെ ത്യാഗം ഒരുപക്ഷെ മലയാളിക്ക് അത്ര ചിരപരിചിതമാകില്ല. പല കലാകാരന്മാരും അവർ തീരുമാനിക്കുന്ന അനുസരിച്ച് പ്രോഗ്രാം നടക്കുന്ന കാലഘട്ടം മുഴുവൻ അതിന് വ്യത്യസ്തമായ ഒരു ത്യാഗത്തിൻ്റെ കഥയുണ്ട്. സാർ ഒന്ന് സാറിൻ്റെ ഒരു അനുഭവം ചുരുക്കി പറയാമോ? നമസ്കാരം. ഞാൻ സോപാനം ശ്രീകുമാർ എന്നാണ് എന്നെ അറിയുന്നത്. ശ്രീ പത്മഭൂഷൺ കാവാലം നാരായണപ്പണിക്കർ സാർ ഡയറക്ടറായിട്ടുള്ള സോപാനം ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഫോക്ക് ആർട്ട് ഫോംസ്, കേരളത്തിലെ എല്ലാ ട്രൈബൽ ആർട്ട് ഫോംസ്, ക്ലാസിക്കൽ ആർട്ട് ഫോംസ് എല്ലാം റിസർച്ച് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. കൂടിയാട്ടം മുതൽ കഥകളി മുതൽ എല്ലാ ക്ലാസിക്കൽ കലകളും ബന്ധപ്പെട്ട് ഉള്ള സോപാനം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ജി അരവിന്ദൻ, പ്രമുഖ സിനിമാ സംവിധായകൻ, പ്രസിദ്ധ എഴുത്തുകാരൻ ശ്രീ ഡോക്ടർ അയ്യപ്പ പണിക്കർ സാറ്, അവർക്കായിരുന്നു അതിൻ്റെ നേതൃത്വം കൊടുത്തിരുന്നത്. അവരുടെ നാടകത്തിൽ ശ്രീ ഭരത് ഗോപി സാറ്, നെടുമുടി വേണുചേട്ടൻ, ഇവരെല്ലാം അവരോടൊപ്പം എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ സന്തോഷം. അതിൽ നിന്ന് ഇപ്പോഴത്തെ തന്നെ സിനിമാനടൻ ശ്രീ മോഹൻലാൽ, പ്രമുഖ ശ്രീ മഞ്ജു വാര്യർ തുടങ്ങിയവർ സോപാനത്തിൽ വന്നു. അവരോടൊപ്പമൊക്കെ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞു. പിന്നെ സോപാനത്തിൻ്റെ യാത്ര, വിദേശ യാത്രകൾ, ഇന്ത്യ ഗവൺമെൻറ് പുറത്ത് സംഘടിപ്പിക്കുന്ന വിദേശ ഫെസ്റ്റിവലിലൊക്കെ ഇന്ത്യയിൽ നിന്ന് ഞങ്ങളാണ് റെപ്രസെൻറ്റ് പോകുന്നത് സോപാനം ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ സോവിയറ്റ് റഷ്യയും ഇന്ത്യയുമായിട്ടുള്ള ഭാരതോത്സവം റഷ്യയിൽ നടക്കുമ്പോൾ അവിടുത്തെ ക്രെംലിൻ കൊട്ടാരത്തിൽ എനിക്ക് ശ്രീ കാവാലം നാരായണപ്പണിക്കർ സാറിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞു. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു നാഴികക്കല്ലായി ഞാൻ കരുതുന്നു. പിന്നെ റഷ്യയിലെ പല റിപ്പബ്ലിക്കിലും 2 മാസം റഷ്യ മുഴുവനും ഞങ്ങളുടെ സംസ്കൃത നാടകം അവതരിപ്പിക്കാനായി കുറേ സ്റ്റേജുകൾ അരങ്ങേറി. കൂടാതെ സൗത്ത് കൊറിയ, ജപ്പാൻ, ഗ്രീസ്, ഏതൻസിൽ, അടുത്ത ബംഗ്ലാദേശ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും ശ്രീ സോപാനത്തോടൊപ്പം യാത്ര ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീ അനിൽ ബാനർജി മുൻഷി തുടങ്ങുന്നതിന് സെലക്ഷന് വേണ്ടി സോപാനത്തിൽ വന്നു. അവിടെ നിന്നാണ് ഞങ്ങളെ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ നിന്ന് എന്നെയും ശ്രീ കൃഷ്ണൻകുട്ടി നായർ എന്ന് പറയുന്ന ഒരു നടൻ്റെ മകൻ ശിവൻ, ഞങ്ങൾ 2 പേരായിരുന്നു അന്ന് കാസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മുൻഷിയും സോപാനവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു. പക്ഷേ തിരുവനന്തപുരം വിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് പല നാടകത്തിൽ നിന്നും ഞാൻ മാറി നിന്നു. യാത്ര ചെയ്യാൻ പറ്റില്ല, അടുത്തുനിന്ന് മാറാൻ പറ്റില്ല. ഈ മുൻഷി ഉള്ളപ്പോഴത്തേക്കും ഡെയിലി ഷൂട്ടാണ്. 6000 എപ്പിസോഡ് വരുമ്പോഴത്തേക്കും അതിലെല്ലാം ആദ്യം പണിക്കർ സാർ എന്നൊരു ക്യാരക്ടറായിരുന്നു. മുടിയെല്ലാം വളർത്തി സ്കൂട്ടറിൽ വരുന്ന ഒരു ചാർലി ചാപ്ലിൻ്റെ ഒരു കോമഡി സ്റ്റൈലിലുള്ളൊരു സാധനമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പണിക്കർ സാർ എന്നായിരുന്നു അറിയുന്നത്. അത് കഴിഞ്ഞ് ആദ്യത്തെ മുൻഷി മരിച്ചപ്പോഴാണ് എന്നെ മുൻഷിയിലേക്ക് പാസ് ചെയ്യുന്നത്. അങ്ങനെ പോയിരുന്നു സാർ. ഈ മുൻഷിയുടെ സൈറ്റിലും കാര്യങ്ങളും ഒരുപാട് സർക്കാസ്റ്റിക് പ്രോഗ്രാംസ് ആണ് ചെയ്യുന്നത്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്. ആ ദിവസത്തെ പൊളിറ്റിക്സിനെയൊക്കെ വരുന്ന പ്രധാന വാർത്തകൾ അതിൽ നിന്ന് സാറിന് പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. പിറ്റേ ദിവസം വീണ്ടും പൊതുസമൂഹത്തിലേക്ക് പോവുകയാണ്. എങ്ങനെയായിരുന്നു പൊതുസമൂഹം സാറിനെ കണ്ടത്? അവർക്കെല്ലാം വളരെ സന്തോഷമാണ്. അവരുടെ പേരെങ്ങനെയെങ്കിലും നിങ്ങളുടെ മുൻഷിക്കകത്ത് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. മുൻഷി വഴിയെങ്കിലും പറഞ്ഞാൽ അവരുടെ പേര് പറയുന്നുണ്ടല്ലോ എന്നാണ് പബ്ലിസിറ്റി. ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കും എല്ലാവർക്കും അവരുടെ പേര് ഇതിനകത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്താൽ അവർക്ക് സന്തോഷമാണ്. അങ്ങനെ പല നേതാക്കന്മാരെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വന്നതിന് ശേഷം നന്നായി, പ്രോഗ്രാം നന്നായി എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ടോപ്പിലായി. ഗിന്നസ് ബുക്കിലും ഇന്ത്യ ലിങ്ക ബുക്കിലൊക്കെ മുൻഷിയുടെ പേര് കിട്ടി. അതിനോടൊപ്പം എൻ്റെ പേരും ഉണ്ട്. അതിൽ സന്തോഷം. മുൻഷിയിൽ അഭിനയിച്ചിരിക്കുമ്പോൾ മറ്റ് അസൈൻമെന്റിൽ എടുക്കാനൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഇൻ്റർവ്യൂ പോലും കൊടുക്കാൻ പറ്റില്ല. ഒരു പത്രത്തിലോ ചാനലിലോ ഒന്നും വരാൻ പാടില്ല. നമ്മുടെ ഫേസ് വേറെ ഒന്നിനും പോകാൻ പാടില്ല എന്നായിരുന്നു എഗ്രിമെന്റ്. അങ്ങനെയാണ് ധാരണ ഉള്ളത്. അപ്പൊ അതാണ് അതിനകത്ത് പോകുന്നത്. അപ്പൊ ഇത് ശരിക്കും സ്ക്രിപ്റ്റഡ് ആണോ അതോ അപ്പ ചെയ്യുന്നതാണോ? സ്ക്രിപ്റ്റ് എഴുതുന്നതാണ്. മൊബൈലിൽ വരുന്നുണ്ട്. ഉച്ചയാകുമ്പോഴത്തേക്കും
വിവരങ്ങൾ തരും. എന്നിട്ട് വൈകുന്നേരം അന്ന് ഷൂട്ടിംഗ് നടക്കും. ഷൂട്ട് ചെയ്യുന്നു. അത് ശരി. അപ്പോൾ ഈ അന്നത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും എനിക്ക് തോന്നുന്നു എല്ലാവരെയും കളിയാക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗം മാത്രമല്ല, എല്ലാവരെയും പറയുന്നത് ഒരു ആക്ഷേപഹാസ്യം എന്നുള്ളതിനാണ്, പൊളിറ്റിക്കൽ സെറ്റയർ എന്നുള്ളതിനായിരുന്നു വന്നിരുന്നത്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ യാതൊരു സന്ദർഭമായിട്ട് ചോദിക്കണം. നമ്മൾ ഒരു കാലഘട്ടത്തിൽ കുഞ്ചൻ നമ്പ്യാർ, അതുപോലെ പിന്നെ നമ്മുടെ സഞ്ജയൻ, ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അവർ പറയുന്നതും. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് അവരെ അങ്ങനെ എതിർക്കുന്നത് അങ്ങനെ ഒരു ദേഷ്യം വരുന്ന സ്വഭാവത്തിൽ വരും. അവർക്കൊരു വല്ലാത്തൊരു ഇറിറ്റേഷൻ ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് കാലഘട്ടം മാറുമ്പോഴത്തേക്കും ആൾക്കാരുടെ ഇതും മാറുകയാണ്. മാറിക്കൊണ്ടിരിക്കുന്നു, ജനറേഷൻ മാറി, പുതിയ ജനറേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അവർ പഴയതുപോലെ ക്ഷമയില്ല ആർക്കും. അതുപോലെ ഈ പിന്നെ സിനിമ, ഡാൻസ്, പാട്ട്, കഥകളി എന്നൊക്കെ പറഞ്ഞ കലയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആക്ഷേപഹാസ്യം ഉണ്ടല്ലോ, മിമിക്രിയും അല്ല, മിമിക്രിയിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തമാണ് ഈ കലാരൂപം. അതിനെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം, അതിന്റെ ഒരു പ്രാധാന്യം. അല്ലെങ്കിൽ ഓട്ടംതുള്ളലാണ് പ്രധാനമായിട്ടുള്ളത്. കുഞ്ചൻ നമ്പ്യാർ തന്നെ അത് തുടങ്ങി വെച്ചിട്ടുണ്ട്. ആക്ഷേപഹാസ്യം വളരെ അത് കഴിയുന്നുണ്ട് തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ പോകുന്നത്. ആക്ഷേപഹാസ്യം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, സമൂഹത്തിൽ ഈ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന്റെ ഗുണമുണ്ടായിട്ടുണ്ടോ? കാര്യം ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ വിമർശിക്കുന്നുണ്ട്, അങ്ങനെ പാടില്ല എന്ന്. പക്ഷെ സർക്കാരുകളെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാറ്റുന്ന വിഷയങ്ങളെല്ലാം ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഷയം മുൻഷിയിൽ അവതരിപ്പിച്ചു, അപ്പോൾ പിറ്റേ ദിവസം സർക്കാർ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ സർക്കാർ അതിന്റെ ഒരു മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊരു ഹാസ്യമായിട്ട് തന്നെ പോവാണ്. ആരും അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ പക്ഷേ മുൻഷിയിൽ വരുന്നില്ല എന്ന് തോന്നുന്നു, അല്ലേ? മുൻഷിയിൽ ഇപ്പൊ വരുന്നില്ല, അത്രയും ഇതില്ല. തുടക്കത്തിലുണ്ടായിരുന്ന അല്ല, ഞാൻ മുൻഷിയിലേക്ക് വരുന്നില്ലല്ലോ, മുൻഷിയിൽ ഇപ്പൊ അഭിനയിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ വിട്ടു. എഗ്രിമെന്റ് കൂടെ എന്നുള്ള ഫിലിം, പൃഥ്വിരാജിന്റെ കൂടെ ഒരു പടം സിനിമ ചെയ്തു. എന്താ സിനിമ? കൂടെ എന്ന് പറഞ്ഞാൽ അഞ്ജലി മേനോൻ, ബാംഗ്ലൂർ ഡേയ്സ് ചെയ്ത അഞ്ജലി മേനോൻ ആയിരുന്നു ഡയറക്ട് ചെയ്തത്. എനിക്ക് ഇവിടെ നിന്ന് മാറി ഊട്ടിയിൽ നിൽക്കേണ്ടി വന്നു ഒരാഴ്ച. അവിടെ അങ്ങനെ പോയി. പിന്നെ കമലിന്റെ 3 ഫിലിം എനിക്ക് പോയി, അതാണ് ഏറ്റവും വലിയ നഷ്ടം വന്നത്. അല്ലെങ്കിൽ കമലിന്റെ 3, അതാ ഞാൻ പറഞ്ഞു, ഒരു വശത്ത് നമ്മള് ഒരു കലയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ മറ്റൊരു ത്യാഗം കൂടി വരുന്നുണ്ട്. 3 ഫിലിം പോകുന്നു. കലാരംഗത്തുള്ളതാണ്. എങ്കിലൊന്ന് നഷ്ടപ്പെടുത്തിയാലേ മറ്റൊന്ന് കിട്ടുള്ളൂ. അപ്പൊ ഇതിൽ നിന്നുകൊണ്ട് 3 സിനിമ പോയി. പക്ഷെ വേറെ സിനിമയിൽ പോയതുകൊണ്ട് സമ്പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് പുറത്തു പോയിട്ട് വലിയ 2 ഫിലിം വരുന്നുണ്ട്. ഫിലിം വരുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു ചരിത്രം ഡയറക്ടർ ചെയ്യുന്നുണ്ട്. 5000 വർഷത്തിന് മുമ്പേ ഉള്ള എങ്ങനെയായിരുന്നു ക്ഷേത്രം എന്നുള്ള കാര്യം തുടങ്ങുന്നതാണ്. തുടങ്ങാൻ പോകുന്ന സ്ക്രിപ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വെളിപ്പെടുത്തുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് 2-3 ഫിലിമിൽ ഇപ്പൊ വരുന്നുണ്ട്. ഗോവയിൽ ഒരു ഫിലിം ഉണ്ട്, കോമഡി ഫിലിം. അത് വരുന്നുണ്ട്, ഫിലിം വരുന്നുണ്ട്. നാടകമായിട്ടൊക്കെ ഉള്ള ബന്ധം എങ്ങനെയാണ്? മോഹൻലാൽ വന്നു കർണഭാരം. അതിൽ ഇന്ദ്രൻ ഒരു 50-500 സ്റ്റേജായി കർണഭാരം. അതിലെല്ലാം ഒറ്റ ക്യാരക്ടർ. തുടങ്ങിയത് പോലെ ഇന്നും ഇന്ദ്രനായിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കർണനും മാറി 2 പേര്. മോഹൻലാൽ വന്നു, ഗിരീഷ് സോപാനം എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ദ്രൻ ഞാൻ തന്നെയാണ് എവിടെ ഉണ്ടെങ്കിലും. ഇപ്പൊ ഞങ്ങൾ ഉജ്ജയിനി പോയിട്ട് വന്നു കർണഭാരം ചെയ്യാൻ. ഉജ്ജയിനി 2 ഇപ്പോൾ ചെയ്തു. പിന്നെ ഭോപ്പാൽ, ഭാരത് ഭവൻ ഭോപ്പാൽ, ഇവിടെ കഴിഞ്ഞ മാസം പോയി. ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യയിലാണ്, കേരളത്തിലില്ല. നോർത്ത് ഇന്ത്യയും ഇന്ത്യക്ക് പുറത്തും. കേരളം എന്തുകൊണ്ടാണ് ഇത് സ്വീകരിക്കാത്തതെന്ന് നിരീക്ഷിച്ചിട്ടുണ്ടോ? കേരളം എനിക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷേ ജനറേഷൻ പിള്ളേരിപ്പം വളരെ അങ്ങ് മാറിയില്ല, സ്റ്റുഡൻസൊക്കെ. പക്ഷെ അത് കൊണ്ടുപോകും. സ്കൂൾ തലം മുതൽ ഈ നാടകത്തിന് പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നാടകവും മറ്റു ഇതുപോലത്തെ കലാരൂപങ്ങളൊക്കെ. എങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഈ കഞ്ചാവിൻ്റെ ഇതിൻ്റെ ബാക്കിലൊന്നും പോകാതെ ക്ലാസിക്കൽ ഇത് പഠിക്കാനോ, അല്ലെങ്കിൽ നാടകം, ഡാൻസ്, പാട്ട്, മ്യൂസിക്, എന്തെങ്കിലും ഒരു കലാവിഭാഗം അവരുടെ കയ്യിൽ കിട്ടിയാൽ അവരതിൽ ഉറച്ചു നിൽക്കും. അവാർഡുകളൊക്കെ എങ്ങനെയാണ്? അംഗീകാരങ്ങളൊക്കെ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ഉണ്ട്. സാംസ്കാരിക വകുപ്പിൻ്റെയും കേന്ദ്ര കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ഫെലോഷിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. കുടുംബം നാടക അക്കാദമി ഉണ്ട്. എനിക്ക് ഭാര്യയും ഒരു മോളാണ്. ഭാര്യയുടെ പേരെന്താ? ശ്രീദേവി. എൻ്റെ ഭാര്യയുടെ പേര് ലത. വീട്ടുകാരി. ഒരു മോളാണുള്ളത്. എന്ത് ചെയ്യുന്നു? ശ്രീദേവി എഞ്ചിനീയറാണ്. പക്ഷെ അവൾ ചെയ്യുന്ന ഡബിങ് ആർട്ടിസ്റ്റാണ്. അതെ. ഇവര് 10-15 സീരിയൽ നിൽക്കാൻ സമയമില്ല, സിനിമയും സീരിയലായിട്ട്. അവരും ഫാമിലി ആയിട്ട് ഇവിടെ തന്നെയാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. ഷെയർ മാർക്കറ്റിംഗിന്റെ അത് ചെയ്യുന്നുണ്ട്. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇവിടെയാണ്, തിരുവനന്തപുരം തന്നെ. ഇപ്പൊ കരമനയാണ് അതിന്റെ ഒരു ആസ്ഥാനമായിട്ട് വന്നിട്ടുള്ളത്. പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത്? ഈ രംഗത്തേക്ക് വരുന്ന ഒരു പുതിയ തലമുറ ഈ രംഗത്ത് വരുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അവരോട് അത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം. എന്തുണ്ടെങ്കിലും നമ്മൾ പഠിക്കുക. ഒരു ക്ലാസിക്കൽ അല്ലെങ്കിൽ ഫോക്ക് ആണെങ്കിലും അത് നമ്മൾ നന്നായിട്ട് പഠിച്ച് പെർഫോം ചെയ്ത് അതിനകത്തൊരു ത്യാഗം ഉണ്ടാവുക ഉണ്ടെങ്കിലേ അത് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അതാണ് പുതിയ ജനറേഷൻ അതില്ല. ക്ഷമയില്ല. പക്ഷെ കാവാലം നാരായണ പണിക്കർ സാറിനെ പോലുള്ള വലിയ പത്മശ്രീയും പത്മഭൂഷണൊക്കെ കിട്ടിയെങ്കിലും അതിനപ്പുറം ലോകം മുഴുവൻ അറിയുന്നൊരു നാടക സംവിധായകനാണ്. പക്ഷെ കേരളത്തിൽ ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, അറിയില്ല. അതേ ക്യാരക്ടറിന് മുൻഷിയിൽ വന്നപ്പോൾ എന്നെ പുറത്ത് കണ്ടാൽ മുൻഷി എന്നുള്ള പറയുകയില്ല ആർക്കും.
അതെ. നമ്മൾ പറയണം എത്ര വർഷങ്ങളിൽ നിന്നാലും ഞാനായിരുന്നു മുൻഷി എന്ന് പറഞ്ഞാലേ മനസ്സിലാവും. പക്ഷെ സീരിയലാകുമ്പോൾ ഒരു എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഇപ്പോൾ ഏഷ്യാനെറ്റ്, സൂര്യ, എല്ലാ ചാനലിലും പോകുന്നുണ്ട് സീരിയൽ. പക്ഷെ പിറ്റേ ദിവസം പുറത്തിറങ്ങുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ പ്രസന്റ് അസൈൻമെന്റ് എന്തൊക്കെയാണ്? എവിടത്തെ ഏതൊക്കെ ചാനലിൽ? ഇപ്പം മഴവിൽ മനോരമയിൽ അർച്ചന ചേച്ചി എന്ന് പറയുന്നുണ്ട്, രാത്രി 8:30-9 സീരിയൽ. അതിൽ ജഡ്ജിയായിട്ടാണ്. ജഡ്ജി ക്ലിക്കായപ്പോൾ 5 സീരിയൽ. ഏഷ്യാനെറ്റിൽ ചെമ്പനീർ പോവുക, അതിലെ ജഡ്ജി. പിന്നെ സൂര്യയിൽ ഭാവന, കളിവീട്, ആ 2 സീരിയലിൽ ജഡ്ജി. ഇപ്പം മഴവിൽ മനോരമയിലും ജഡ്ജിയായിട്ടാണ്. ജഡ്ജിയാണ്. അത് സോപാനം മുൻഷി കഴിഞ്ഞപ്പോൾ ജഡ്ജിയായി. അങ്ങനെ പോകുന്നു. ലൈഫിൽ പല ക്യാരക്ടറും ചെയ്യണം. ഇപ്പോഴാണ് വേഷങ്ങൾ വരുന്നത്. ലൈഫ് പോയി ഒരു 50 വർഷം പോയി സ്റ്റേജിലും മുൻഷിയായിട്ട്. ഇപ്പോഴാണ് ഓരോ ക്യാരക്ടറുകൾ കിട്ടി ഇത് വരുന്നത്. ഇപ്പം 3-4 പടം സിനിമ വരുന്നുണ്ട്. ഇനി ഒരു കാര്യം, ഇപ്പൊ 50-ാം വർഷമാണല്ലേ ഈ അഭിനയത്തിന്റെ? 50-ാം വർഷമാണ്. അപ്പോഴത്തെ നമുക്ക് ഇന്റർവ്യൂ കിട്ടുന്ന വലിയൊരു സന്തോഷമാണ് സംസാരിക്കുന്നത്. ഇനിയുള്ള ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്താണ്? ആരായിട്ടൊക്കെ കർണനായിട്ടൊക്കെ കർണഭാരത്തിലൊക്കെ വന്നല്ലോ, ഇനി മനസ്സിൽ കിടക്കുന്ന ഒരു കഥാപാത്രം? 500-ാം സ്റ്റേജ് കഴിഞ്ഞപ്പോഴേ മോഹൻലാലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അദ്ദേഹം വന്നിട്ട് ഒരു സ്റ്റേജിൽ ഞങ്ങൾ കർണഭാരം ചെയ്യുന്നു. അദ്ദേഹം കണ്ടിട്ട് ഞങ്ങൾ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ആദരിക്കുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇപ്പം സോപാനം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ലാലിൻ്റെ ഡേറ്റിന് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്നു. എന്നാൽ ടാഗോർ തിയേറ്റർ, ട്രിവാൻഡ്രം ടാഗോർ തിയേറ്ററിൽ വലിയ പരിപാടിയായിട്ട് സഹകരിച്ച് തന്നെ പ്രോഗ്രാം ചെയ്യുന്നു. 500 സ്റ്റേജ് മലയാളത്തിലൊരു നാടകം, പ്രത്യേകിച്ച് സംസ്കൃതമാണ് കർണഭാരം. അതെ, അതിനെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നു. മലയാളത്തിലില്ല, സംസ്കൃതം തന്നെയാണ്. മനസ്സിലാവും. മനസ്സിലാവും. സ്റ്റോറി എല്ലാവർക്കും അറിയാവുന്നതാണ്. കർണഭാരം, കർണൻ കവചകുണ്ടലം കൊണ്ടുപോകുന്ന ഇന്ദ്രൻ വേഷത്തിൽ ബ്രാഹ്മണനായിട്ട് വന്നിട്ട് അതാണ്. ഞാനൊരു ലാസ്റ്റ് ഒരു ചോദ്യം. കർണനെ നമ്മൾ പലപ്പോഴും മഹാഭാരതത്തിൽ വായിക്കുന്നത് മറ്റൊരു കഥാപാത്രമാണ്. അപ്പൊ കർണഭാരമൊക്കെ അവതരിപ്പിച്ച ആളെന്നുള്ള ആ പരിപാടിയിൽ വന്ന ആളെന്നുള്ളതിൽ കർണനെ ഒരു മിനിറ്റ് ഒന്ന് വിലയിരുത്താവും. കർണൻ ഭയങ്കര ഒരു കഥാപാത്രമാണ് കർണൻ. നമ്മൾ ഉദ്ദേശിക്കുന്നതേ അല്ല. അദ്ദേഹം എല്ലാം ത്യജിച്ചുകൊണ്ട്, കവചകുണ്ടലത്തിൻ്റെ സ്റ്റോറിയൊക്കെ അറിയാമായിരിക്കുമല്ലോ, പക്ഷേ ഇദ്ദേഹം തൻ്റെ ശിരച്ഛേദം ചെയ്തുകൊണ്ടാണ് കവചകുണ്ടലം കൊടുക്കുന്നത് ആ ക്യാരക്ടർ. അത് കർണൻ അഭിനയത്തിൻ്റെ ഇത് തന്നെയാണ് കാണേണ്ടത്. ജീവിതമാണ് ശരിക്കും അത് നമ്മൾ പഠിക്കേണ്ട കാര്യം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, ഇത്തരത്തിലൊരു കൂടിയിരിപ്പ് നടന്നതിൽ വളരെ സന്തോഷം. തീർച്ചയായും ഒരുപാട് ഉയരങ്ങളിലും അവാർഡുകളും. ചന്ദ്രബോസ് സാറിനെ പോലെ ഒരു വലിയൊരു മനുഷ്യൻ്റെ കൂടെ ഇതിൽ നിന്ന് സംസാരിക്കാൻ കിട്ടിയത് നന്ദി.